പുലർച്ചെ മഴ പെയ്തു കഴിഞ്ഞ് തണുത്തു കിടക്കുന്ന ഗ്രാമം. അവിടെവിടെയായി ചെറിയ ചെറിയ വീടുകൾ, മണ്ണിന്റെ മണമുള്ള പാടങ്ങൾ. ഗ്രാമത്തിലേക്കൊരു വാർത്ത വന്നിരിക്കുന്നു. പഞ്ചായത്ത് ഓഫീസിലേക്ക് പുതിയൊരു ക്ലർക്ക് ജോയിൻ ചെയ്യുകയാണ്. നഗരത്തിൽ നിന്നാണ് വരുന്നത്. പേര് അജയ്. ആ ഗ്രാമത്തിലെ പെൺകുട്ടിയാണ് മീന. നല്ല സ്വഭാവമുള്ളവളും അതിലുപരി എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ളവളുമായ അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അജയ് ആദ്യ ദിവസം പാടത്തിന് സൈഡിലൂടെ ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വെളുത്ത ചുരിദാർ ധരിച്ച് മഴത്തുള്ളിയിൽ വീണ മുടിയിഴകളുമായി ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടത്. അജയ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവിടെ ഒന്ന് പഞ്ചായത്ത് ഓഫീസ് എങ്ങോട്ടാണ്? ഈ വഴിയിലൂടെ നേരെ പോയാൽ കാണാൻ പറ്റും, മീന പറഞ്ഞു. ഞാൻ ഇവിടെ പുതിയതാണ്. ഇന്ന് പഞ്ചായത്ത് ക്ലാർക്കായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ്. അതെയോ, നിങ്ങളാണോ ഇവിടുത്തെ പുതിയ ക്ലാർക്ക്? ഞാൻ അറിഞ്ഞിരുന്നു പുതിയൊരു ക്ലാർക്ക് ഇവിടെ ജോലിക്ക് വരുന്നു എന്ന്. അതെ, അത് ഞാൻ തന്നെയാണ്. അജയ് ഒന്ന് ചിരിച്ചു. അവിടെ നിന്നാണ് അജയുടെ മീനയുടെ ആദ്യ പരിചയം തുടങ്ങിയത്. അജയ് ദിവസം ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ മീനയെ കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ പുഴക്കരയിൽ ഇരുന്ന് അവൾ പുസ്തകം വായിക്കുകയായിരുന്നു. ഹലോ, ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്താണ് വായിക്കുന്നത്? ഒരു ചെറിയ നോവൽ. എനിക്ക് കഥകൾ വായിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾ കഥകൾ വായിക്കാറുണ്ടോ? ഉണ്ട്. എന്റെ നാട്ടിലെ ലൈബ്രറിയിൽ ഞാൻ മിക്ക ദിവസവും പോകാറുണ്ടായിരുന്നു. നഗരത്തിൽ ജീവിച്ചിട്ട് വന്ന നിങ്ങൾക്ക് ഈ ഗ്രാമീണ ജീവിതം ബോറായിട്ട് തോന്നില്ലേ? ഇല്ല, ഇവിടം ശാന്തമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. തുടർച്ചയായി കണ്ടുമുട്ടൽ അവരുടെ സൗഹൃദത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. ഒരു മഴയുള്ള സായാഹ്നം അവർ പാടത്തിനരികിലൂടെ നടക്കുകയായിരുന്നു. മഴ ചെറുതായി പെയ്തുകൊണ്ടിരുന്നു. മീന, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആദ്യമായി കണ്ടപ്പോൾ തന്നെ നിന്റെ മുഖം എന്റെ മനസ്സിൽ ഉടക്കിയിരുന്നു. ഇത് കേട്ട മീനയുടെ ഹൃദയവേഗത കൂടിക്കൊണ്ടേയിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ തുറന്നു പറയാൻ എന്തുകൊണ്ടോ അവൾക്ക് പേടിയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പരസ്പരമുള്ള കണ്ടുമുട്ടൽ അവരെ രണ്ടുപേരെയും പ്രണയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. ഒരിക്കൽ അജയ് പറഞ്ഞു, എനിക്കൂടെ നഗരത്തിലേക്ക് പോകേണ്ടി വരും. ട്രാൻസ്ഫർ ആയിരിക്കുന്നു. എന്നാലും ഞാൻ വരും, കാരണം നീ ഇവിടെ ഉണ്ടല്ലോ. മീനയ്ക്ക് അല്പം ഭയം തോന്നി. നിങ്ങൾ എന്നെ മറക്കുമോ? ഇല്ല, നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല. അജയ് അവളുടെ കൈ പിടിച്ചു. അന്ന് രാത്രിയിൽ അവർ തമ്മിൽ വളരെയധികം അടുത്തു. അവരുടെ പ്രണയം പുതിയൊരു വഴിയിലേക്ക് മാറി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അജയ് നഗരത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. ഒരു മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ തിരികെ എത്തിയില്ല. മീന ഓരോ ദിവസവും കാത്തിരുന്നു. ഒരു ദിവസം അവൾക്ക് ശരീരത്തിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി. അമ്മ അവളെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു, മീന ഗർഭിണിയാണ്. മീനയുടെ ലോകം നിശബ്ദമായി. അജയ്, നീ എവിടെയാണ്? അവൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ മീനയ്ക്ക് ലോകം മുഴുവൻ മാറിയതുപോലെ തോന്നി. ഡോക്ടർ എന്താണ് പറഞ്ഞത്? അമ്മ ചോദിച്ചു. മീന നിശബ്ദമായി നിന്നു. അവൾക്ക് സത്യം പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. രാത്രിയിൽ അവൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. അജയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അജയ്, നീ എവിടെയാണ്? എനിക്ക് നിന്നെ കാണണം. ഓരോ ദിവസങ്ങൾ അവൾ കരഞ്ഞു തീർത്തു. കുറച്ചാഴ്ചകൾ കഴിഞ്ഞു. അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഗ്രാമത്തിലെ ആളുകളുടെ സംസാരം മുഴുവൻ അവളെ പറ്റിയായിരുന്നു. ആരായിരിക്കും മീനയുടെ കുട്ടിയുടെ അച്ഛൻ? നാട്ടുകാർ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. മീനയുടെ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചത്? ആരാണ് നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ? അജയ്, അവൾ കണ്ണീരോടെ പറഞ്ഞു. അച്ഛന്റെ കണ്ണുകളിൽ കോപവും വേദനയും ഉണ്ടായിരുന്നു. അജയ് അന്വേഷിച്ച് അച്ഛൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നു. അജയ് ഇവിടെ നിന്ന് പോയിട്ട് 2 മാസമായി. അജയ്ക്ക് ട്രാൻസ്ഫർ ആയി. അച്ഛൻ നിരാശയോടെ വീട്ടിലേക്ക് തിരികെ വന്നു. മീനയുടെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എന്തായാലും ഈ കുഞ്ഞിനെ കളയില്ല. ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കും. 2 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് മീന ചെറിയൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. അവളുടെ മകനാണ് ആദി. അജിയെ പോലെ ചെറിയ കണ്ണുകൾ. ഒരു ദിവസം സ്കൂളിന് മുന്നേ ഒരു കാർ വന്നിരുന്നു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് മീന ഒന്ന് ഞെട്ടി. ഇത്രയും വർഷം താൻ കാണാനായി കാത്തിരുന്ന ആള്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. എന്നെ ചതച്ചിട്ട് പോയ അയാൾ എന്തിനാണ് വീണ്ടും ഇവിടെ എത്തിയത്? ഇന്ന് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇയാളെ ഇനി എനിക്ക് കാണേണ്ട. ഇങ്ങനെയുള്ള പലവിധ ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ കണ്ണുകളിൽ കോപവും വെറുപ്പും ഉണ്ടായി. നീ എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ കാണാനാണ്. ഇപ്പോഴാണ് നിനക്ക് എന്നെ ഓർമ്മ വന്നത്. നിന്നെ തേടി ഞാൻ നിന്റെ ഗ്രാമത്തിലെത്തിയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ അവിടെ നിന്നും താമസം മാറിപ്പോയെന്ന്. അപ്പോൾ അവിടേക്ക് അമ്മയെന്ന് വിളിച്ച് അച്ചു ഓടി വന്നു. ഇതാരാണ്? എന്റെ മകൻ. നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കുട്ടിയുടെ അച്ഛൻ എവിടെയാണ്? എന്ത് ചെയ്യുന്നു? 2 വർഷം മുമ്പ് എന്റെ വീടിനടുത്തുള്ള ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു ക്ലാർക്ക് വന്നിരുന്നു. അയാളാണ് എന്റെ മകന്റെ അച്ഛൻ. മീനയുടെ വാക്കുകൾ കേട്ട് അജയ് കുറച്ചുനേരം നിശ്ചലമായി നിന്നു. അജയ് വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ നഗരത്തിലേക്ക് പോയ ദിവസം ഒരു അപകടമുണ്ടായി. 1 വർഷക്കാലമായി ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഫോൺ കോണ്ടാക്ട് എല്ലാം നഷ്ടപ്പെട്ടു.
ഇപ്പോൾ എല്ലാം ശരിയായപ്പോൾ നിന്നെ തേടി ഞാൻ വന്നതാണ്. നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല മീന. അജയ് അച്ചുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, എന്നോട് നീ ക്ഷമിക്ക്. മീന, ഇപ്പോഴും നിനക്ക് എന്നോട് ദേഷ്യമാണോ? അജയ് അച്ചുവിനെ കെട്ടിപ്പിടിച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അജയ് പറയുന്ന കേട്ടിട്ട് മീനയുടെ മനസ്സ് പെട്ടെന്നൊന്നും മാറിയില്ല. കാരണം അവൾ അതിനു മാത്രം അനുഭവിച്ചിരുന്നു, സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും. ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞ് എല്ലാം ശരിയാവുമോ അജയ്? ഞാൻ ചെയ്തത് തെറ്റല്ലല്ലോ, നിനക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? പക്ഷെ ഞാനില്ലാത്തതുകൊണ്ട് നിനക്കുണ്ടായ വേദന ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടേക്ക് വന്ന അച്ഛനോട് അജയ് പറഞ്ഞു, നീ എന്നോടൊപ്പം വരണം. അജയ് ഗ്രാമത്തിൽ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. ഇപ്പോഴാണ് അവന് വരാൻ തോന്നിയത്. അവൻ അവളെ ചതിച്ചിട്ട് പോയവനല്ലേ. അവനെ ഇനി ഈ ഗ്രാമത്തിൽ കയറ്റണ്ട എന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ പറഞ്ഞു, അവൻ ആ കുട്ടിയുടെ അച്ഛനല്ലേ, ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. ഇവൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് കാരണക്കാരൻ ഇവനാണ്. നാട്ടുകാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അജയ് മീനയുടെ അച്ഛനെ കാണാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്ന ഒരു ഭയം അജയ്ക്കുണ്ടായിരുന്നു. ഇവിടുന്ന് പോയതിനു ശേഷം ഉണ്ടായ ആക്സിഡന്റിനെ പറ്റിയെല്ലാം അജയ് അച്ഛനോട് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലൊരു വിവാഹം നടന്നു. വധുവിന്റെയും വരന്റെയും ഒപ്പം അച്ചു എന്ന മകനും ഉണ്ടായിരുന്നു. ഈ വിവാഹത്തിന് ഗ്രാമത്തിലുള്ളവർക്കും വളരെയധികം സന്തോഷമായിരുന്നു. അജയ് അച്ചുവിനെയും മീനയെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും നമ്മൾ വേർപിരിയില്ല. അജയുടെ മീനയുടെ വിവാഹം കഴിഞ്ഞ് ഗ്രാമത്തിൽ അവർ പുതിയൊരു ജീവിതം തുടങ്ങി. മീനയ്ക്ക് ചിലപ്പോഴൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അജയ് തിരികെ എത്തി എന്നുള്ളത്. പല പല ഓർമ്മകളും വേദനകളും അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അജയ് വീണ്ടും പോകും എന്നൊരു ഭയം അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ അവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകുമോ? ഇല്ല, ഒരിക്കലും എനിക്കതിന് കഴിയില്ല. അച്ഛൻ സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ലോകം മുഴുവൻ അച്ഛന് ചുറ്റുമായിരുന്നു. ഇടയ്ക്ക് ടീച്ചർ ചോദിച്ചു, നിനക്ക് ആരാകാനാണ് ഇഷ്ടം? എനിക്ക് എൻ്റെ അച്ഛനെ പോലെ വലിയൊരു ഓഫീസർ ആകണം. അജയ്ക്ക് പ്രമോഷൻ ആയിരിക്കുന്നു. അവർ നഗരത്തിലേക്ക് താമസം മാറുന്നു. അച്ചുവിനെ അവിടെ വലിയൊരു സ്കൂളിൽ ചേർക്കുകയാണ്. അതോടൊപ്പം മീനയും അവിടെയുള്ള വലിയൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറുന്നു. രാത്രി സമയം അവർ വീടിന്റെ ടെറസിലിരുന്ന് നഗരം നോക്കി കാണുന്ന സമയത്ത് അജയ് പറയുന്നു, നമ്മുടെ ജീവിതം എത്രമാത്രം മാറിയല്ലേ മീന. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയാലും അവസാനം ഒന്നിച്ചല്ലോ എന്നോർത്ത് മീനയും സന്തോഷിച്ചു. നഗരത്തിലെ ജീവിതവുമായി ആദ്യം പൊരുത്തപ്പെടാൻ മീനയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഗ്രാമത്തിലെ ശാന്തതയ്ക്ക് പകരം ഇവിടെ ശബ്ദവും തിരക്കും. ബാൽക്കണിയിൽ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മീനയുടെ അടുത്ത് വന്ന് അജയ് ചോദിച്ചു, നിനക്കിവിടെ ഇഷ്ടമായില്ലേ? അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, ഗ്രാമം ഓർമ്മ വരുന്നു, പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടല്ലോ. അവൻ സ്നേഹത്തോടെ അവളുടെ തോളിൽ കൈവച്ചു. അവൾ തിരികെ ഗ്രാമത്തിലേക്ക് പോയി. അവൾക്ക് എപ്പോഴും ശാന്തസുന്ദരമായ അവളുടെ ഗ്രാമമായിരുന്നു ഇഷ്ടം. ആ ഗ്രാമത്തിൽ ഒരു ലൈബ്രറി തുടങ്ങണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അവൾ ആഗ്രഹിച്ചതുപോലെ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് പോയി. എല്ലാം സാധിച്ചു കൊടുക്കാൻ അജയ് അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു.